ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ കോളിഫ്ലവർ കൊണ്ട് ഒരു തീയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. തീയൽ എന്ന് പറഞ്ഞാൽ വറുത്തരച്ചിട്ടുള്ള ഒരു തീയൽ, തേങ്ങ വറുത്തരച്ച ഒരു തീയലാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, ഞാൻ കോളിഫ്ലവർ മാത്രമല്ല എടുത്തിട്ടുള്ളത്, അതിൻ്റെ തണ്ട് ഉൾപ്പെടെയാണ് എടുത്തിരിക്കുന്നത്. തണ്ടും നല്ലതാണ്. ഞാൻ ഈ കോളിഫ്ലവറിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തണ്ടും കൂടെ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് തീയൽ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ കോളിഫ്ലവർ നന്നായിട്ട് എല്ലാം നോക്കി പറക്കി തണ്ടും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിനിയും ഈ തണ്ടും കൂടെ അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പുഴുക്കളും നമുക്ക് കാണാൻ പറ്റാത്ത അണുക്കളൊക്കെ കാണും, അതെല്ലാം പോകും. അതിനാണ് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ തണ്ടും എല്ലാം അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ഇനി അതിന് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഉപയോഗിക്കാം, സവാള നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ 2 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി തേങ്ങ വറുത്തതുണ്ട്, മല്ലിയുണ്ട്, മുളക് പൊടിയുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, നല്ല ജീരകം കുറച്ചുണ്ട്, അതുപോലെ പെരിഞ്ചീരകവും കറുകപ്പട്ട, ഏലക്ക. ഇത്രയും നമ്മളിനി നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുന്നതിന് മുൻപേ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാൻ പാൻ അടുപ്പ് വെച്ച് അതൊന്ന് നന്നായിട്ട് തേങ്ങയും എല്ലാം വറുത്തതാണ്, അതൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ പൊടികളും തേങ്ങയും എല്ലാം നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കൊച്ചുള്ളി, അതുപോലെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്കൊന്ന് വഴറ്റിയെടുക്കും. ലേശം മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് വെക്കും. നമ്മുടെ വഴറ്റി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് 2-3 അല്ലി ഗാർലിക്കും കൂടി ഇടുകയാണ്. കാരണം ഗ്യാസ് ചിലർക്ക് കോളിഫ്ലവറിനകത്തൊന്ന് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഗാർലിക്ക് നല്ലതാണ്. ഇനി നമ്മുടെ ടൊമാറ്റോ കൂടെ ആഡ് ചെയ്യാം. ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കും. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതെല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി അതിന് താളിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഒരു തീയലാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വാഴക്കായോ അതുപോലെ തന്നെ ചേമ്പോ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങോ ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് തീയലുണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.